കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് സംസ്ഥാന നേതാക്കൾ ആവർത്തിക്കുമ്പോഴും KPCC അധ്യക്ഷൻ നടത്തുന്നത് തിരക്കിട്ട നീക്കങ്ങളാണ്. മുതിർന്ന നേതാക്കളായ AK ആന്റണിയുടെയും രമേശ് ചെന്നിത്തലയുടെയും വസതിയിലേക്കുള്ള സുധാകരന്റെ സന്ദർശനത്തിന് പിന്നിലും പുനഃസംഘടന തന്നെയാണ് പ്രധാന വിഷയം. എന്നാൽ ഇക്കാര്യത്തിൽ നേതാക്കൾ ആരും തന്നെ പരസ്യ പ്രതികരണം നടത്തരുതെന്ന രഹസ്യമായ നിർദ്ദേശം KPCC കൈമാറിയിട്ടുണ്ട്. വിവരങ്ങളുമായി KB ശ്യാമപ്രസാദാണ് ചേരുന്നത്. ശ്യാം, ഇപ്പോൾ KPCC പുനഃസംഘടന നടക്കുന്നുണ്ട് എങ്കിലും അത് പരസ്യമാക്കാൻ നേതൃത്വങ്ങൾ തയ്യാറാകുന്നില്ല. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? ശ്രീകാർത്തിക, ഗുഡ് മോർണിംഗ്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും സജീവമാകുകയാണ്. നേരത്തെ തന്നെ ഈ KPCC അധ്യക്ഷൻ മാറിയാൽ പ്രതിപക്ഷ നേതാവ് മാറണമെന്നായിരുന്നു K. സുധാകരൻ വിഭാഗം ഉയർത്തിയിരുന്ന ഒരു ചോദ്യം. ആ ചർച്ചകളിലൂടെയായിരുന്നു പുനഃസംഘടനാ വിഷയം കോൺഗ്രസിൽ വഴിമുട്ടി നിന്നത്. എന്നാൽ വീണ്ടും ഒരിടക്കാലത്തിന് ശേഷം പുനഃസംഘടനാ വിഷയം ചർച്ചയാകുകയാണ്. അതിന് ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഇന്നലെ അപ്രതീക്ഷിതമായ ഒരു നീക്കം സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായത്. KPCC അധ്യക്ഷൻ K. സുധാകരൻ മുതിർന്ന നേതാക്കളായ AK ആന്റണിയെയും രമേശ് ചെന്നിത്തലയെയും അപ്രതീക്ഷിതമായി സന്ദർശിക്കുകയും ദീർഘനേരം ഈ കൂടിക്കാഴ്ചയ്ക്ക് ചെലവഴിച്ചതിൽ കൂടി തന്നെ പുനഃസംഘടനാ വിഷയം തന്നെയാണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ ചർച്ചയായതെന്നും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. ഈ കൂടിക്കാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഇരുവരും മുന്നോട്ട് വെച്ച കാര്യമെന്ന് പറയുന്നത് ഗ്രൂപ്പിൽ പ്രാതിനിധ്യം തന്നെയാണ്. ഈ AA ഗ്രൂപ്പുകൾക്ക് വ്യക്തമായ പ്രാതിനിധ്യം പുനഃസംഘടനയിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇരു നേതാക്കളും KPCC അധ്യക്ഷനുമായി പങ്കുവെക്കുകയും ചെയ്തത്. ഇക്കാര്യത്തിൽ നേരത്തെ ചില തർക്കങ്ങളെല്ലാം തന്നെ ഉടലെടുത്തിരുന്നു. നേരത്തെ ബ്ലോക്ക് പുനഃസംഘടനയിലടക്കം ചില പരാതികൾ ഉയർന്നിരുന്നു. അതിൽ KPCC അധ്യക്ഷൻ അടക്കം നീരസമുണ്ടായിരുന്നു. അക്കാര്യങ്ങളെല്ലാം തന്നെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടന തന്നെയാണ് K. സുധാകരൻ വിഭാഗം ഉന്നമിടുകയും ചെയ്യുന്നത്. നിലവിൽ KPCC അധ്യക്ഷനെ മാറ്റാത്തതിന് ജംബോ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാനും തീരുമാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ DCCകളുടെ ഒരു പുനഃസംഘടനയിലേക്കും ഇത് നീളുക തന്നെ ചെയ്യും. ഇക്കാര്യത്തിൽ പ്രധാനമായും പ്രതിപക്ഷ നേതാവിന്റെ കൂടി ഒരു തീരുമാനത്തിൽ വരേണ്ടതുണ്ട്. നേരത്തെ പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു ഇക്കാര്യത്തിൽ ഒരു വിലങ്ങുതടിയായിട്ടുള്ള ഒരു തീരുമാനവുമായി മുന്നോട്ട് വന്നത്. അതായത് KPCC അധ്യക്ഷൻ മാറണമെന്നുള്ള ഒരു തീരുമാനത്തിൽ നിന്നൊട്ടും പിന്നോട്ടില്ലാതെ തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. ആ ഒരു ഘട്ടത്തിലായിരുന്നു ചർച്ചകളെല്ലാം തന്നെ മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയെ നമ്മൾ സന്ദർശിച്ചപ്പോഴും ഇക്കാര്യത്തിൽ പുനഃസംഘടനാ വിഷയം ചർച്ചയായെന്നുള്ള ഒരു ചോദ്യത്തിന് ഇത്തരത്തിലൊരു പരസ്യമായൊരു പ്രതികരണത്തിന് മുതിരാതെ തന്നെ ഈ രമേശ് ചെന്നിത്തല ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ നിലവിൽ നേതാക്കൾക്ക് രഹസ്യമായ ഒരു നിർദ്ദേശം കൂടി KPCC നൽകിയിട്ടുണ്ട്. ഈ എതിരാളികൾക്ക് അടിക്കാൻ കൊടുക്കുന്ന വടിയായി ഈ ഒരു പുനഃസംഘടനാ വിഷയം മാറരുതെന്നുള്ള കർശന നിർദ്ദേശമാണ് KPCCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും നിലവിൽ കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുന്നു. അപ്രതീക്ഷിതമായ ഒരു നീക്കം തന്നെയാണ് KPCC അധ്യക്ഷൻ സുധാകരൻ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകാർത്തിക. ശരി, വ്യക്തമാണ് ശ്യാം. ഏതായാലും കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് സംസ്ഥാന നേതാക്കൾ ആവർത്തിക്കുമ്പോഴും KPCC അധ്യക്ഷൻ നടത്തുന്നത് തിരക്കിട്ട നീക്കങ്ങൾ തന്നെയാണ്. KB ശ്യാമപ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.